അടുത്ത ജനറേഷൻ ഇത് ഇടയ്ക്കൽ ഗുഹ ഒടിഞ്ഞുണ്ടായ പുതിയ ഗുഹ. സർക്കുലർ ഫേസ് ആണോ അതിന്റെ തൊട്ട് താഴെ ഒരു ഫേസ് കൂടി ഉണ്ട് അവിടെ ട്രയാങ്കിൾ ഷേപ്പ് കാണുന്നുണ്ടോ? ഓക്കെ ടോപ്പ് ഓഫ് ദ റോക്ക് യു കൻ സീ എ ലേഡി വിത്ത് ചൈൽഡ്. ഒരു അമ്മയും കുട്ടിയും കാണാൻ പറ്റും. വലുത് അമ്മ, ചെറുത് കുട്ടി. കണ്ടല്ലോ ഒരു ലേഡി, ഒരു കുട്ടി. കണ്ടോ? ഓക്കെ ലെഫ്റ്റ് ടോപ്പ് ഓഫ് ദ റോക്ക്, ലെഫ്റ്റ് ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു കർവ്ഡ് നെക്ക് ലൈനിലെ കാണാം ടോപ്പിൽ. അതിന് താഴെ കാണുന്നത് അന്നത്തെ ആളുകൾ സൂര്യനെ ദൈവമായിട്ട് ആരാധിച്ചിരുന്നു. അതിന്റെ പ്രതീകമാണ് സൂര്യനാണ് റൗണ്ട് റൗണ്ട് കാണുന്നുണ്ടോ? ഓക്കെ റൈറ്റ് സൈഡ് ലാസ്റ്റ് സൈഡിൽ കാണുന്നത് ആ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണുന്നില്ലേ? രണ്ട് സൈഡിലും ടയറായിട്ട് കാണുന്നത് അത് കാളവണ്ടിയാണ്. കാളവണ്ടി കാളവണ്ടി കുറച്ചും കൂടി ലേറ്റസ്റ്റ്. ഇറ്റ്സ് എ മച്ച് ലേറ്റർ ഇൻവെൻഷൻ, ബട്ട് ദിസ് ഈസ് 6000 years old. ഇറ്റ് മീൻസ് ഇറ്റ് പ്രൂവ് ദാറ്റ് ആഫ്റ്റർ 6000 years പീപ്പിൾ വെർ ലിവിങ് ഹിയർ. 6000 വർഷത്തിന് ശേഷവും ആളുകൾ അവിടെ താമസിച്ചു എന്നുള്ളതിന് തെളിവാണ് ആ പുള്ളക്കാട്, ആ കാളവണ്ടി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ സൈഡിൽ രണ്ട് സൈഡിലും ടയറായിട്ട് കാണുന്നുണ്ടോ? ഓക്കെ ഇനിയും കൊടുക്കും. ഇവിടെ വരികയാണെങ്കിൽ ഒരു സ്ത്രീരൂപം കാണുന്നുണ്ടോ? ഒരു സ്ത്രീരൂപം കണ്ടോ? ഇവിടെ വരികയാണെങ്കിൽ ഒരു ലോങ് വൈൽഡ് ആനിമലിനെ കാണും. ഒരു ലുക്ക് ലൈക്ക് ഡൈനോസർ, ഒരു ഡൈനോസർ മാറുന്നു. ഡൈനോസർ അല്ല, ഇതൊരു വന്യമൃഗമാണ്. ശരിക്കും മൊബൈൽ ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൽ നോക്കുകയാണെങ്കിൽ ഇത് തല, ബോഡി, വാല്, കാല് കാണുന്നുണ്ടോ? ഒരു ഡൈനോസർ മാതിരി, പക്ഷെ ഡൈനോസർ അല്ല, ഒരു വന്യമൃഗമാണ്. കണ്ടോ? മൊബൈലൊന്നും യു ക്യാൻ ടേൺ യുവർ മൊബൈൽ ഓൺ ലാൻഡ്സ്കേപ്പ്. ഇപ്പോൾ തിരിച്ചു പിടിച്ച് കുറച്ച് നന്നായി കാണുന്നുണ്ടോ? ഓക്കെ കംസ് ടോപ്പ് ഓഫ് ദ റോക്ക്. ഇത് ഇവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആനയുടെ തല കാണാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഇവിടെ എൻ്റെ ഫ്രണ്ട് കാല്, കണ്ണ്, തുമ്പിക്കൈ, ഫോർഹെഡ്, നെറ്റി, ഒരു തെങ്ങിൽ ചാരി നിൽക്കുന്ന തല കാണുന്നുണ്ടോ? ഫ്ലവർ കാണുന്നത്, രണ്ട് പുഷ്പങ്ങൾ കാണാൻ പറ്റുന്നത്. ഒരു ബ്രാഞ്ചസ് ഓഫ് ലീഫ് ആയിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മാനിനെ കാണാൻ പറ്റും, ചെറിയൊരു മാൻ. ഓക്കെ ഇനിയും കൊടുക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഇങ്ങോട്ട് പോരും. ഇതൊരു ട്രഡീഷണൽ ടെമ്പിൾ ഡാൻസ് ആണ്. നമ്മുടെ നാട്ടിലെ തെയ്യ കരകമാതിരിയൊക്കെ അല്ലേ ഇത് കാണും.
തലയിൽ മുകളിൽ 2 ലൈൻ കാണാൻ പറ്റും. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ. ഫസ്റ്റ് ലൈൻ വന്നിട്ട് ഇറ്റ്സ് 3000 ഇയേഴ്സ് ഓൾഡ്, 3000 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അത് വരുന്നത് തമിഴ് ബ്രാഹ്മി എന്ന് പറഞ്ഞൊരു ലാംഗ്വേജാണ്. തമിഴ് ബ്രാഹ്മി എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ലാംഗ്വേജ്. അതിൽ എഴുതിയിരിക്കുന്നത് പലപുലി, താത്താക്കാരി, വേടുകോമലി, കച്ചവണിച്ചത്തി, പല പുലികളെ കൊന്ന ഒരു ഗോത്രരാജാവ് ഇവിടെ താമസിക്കുന്നു എന്നാണ് ഫസ്റ്റ് ലൈൻ്റെ അർത്ഥം. രണ്ടാമത്തെ ലൈൻ 2300 വർഷം പഴക്കമുള്ളതാണ്. രണ്ടാമത്തെ ലൈൻ പ്രാചീന സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രീ വിഷ്ണുവർമ്മന നാമ കുടുംബീയ കുലവർദ്ധന നാമ സിനി. കുടുംബിയ എന്ന് പറഞ്ഞൊരു ട്രൈബൽ കമ്മ്യൂണിറ്റി, അതിന് നേതാവായിരുന്നു ശ്രീ വിഷ്ണുവർമ്മന. അദ്ദേഹത്തിന്റെ കുലത്തിന്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടി എഴുതപ്പെട്ടു എന്നാണ് രണ്ടാമത്തെ ലൈൻ. ഇത് 2300 വർഷം പഴക്കം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആ സൈഡിൽ അപ്പുറം ആ സൈഡ് അല്ല തന്നെ ഓട്ടോമാറ്റിക് ഇത് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് എല്ലാവരും ഒരു ഫോട്ടോ നിൽക്കാം. എവിടെ നിൽക്കാം? കുറച്ചുകൂടി നന്നായിട്ട് അതെന്താണെന്ന് വെച്ചാൽ അവർ ഉപയോഗിച്ച ആയുധങ്ങളായിട്ടാണ്. അവിടെ കല്ലുളികൾ കൊണ്ടാണ് നിർമ്മിച്ചെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഈ ആയുധങ്ങൾ കൊണ്ട് നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് വ്യക്തമായിട്ട് ഒരു സ്ത്രീരൂപം വരയ്ക്കാൻ പറ്റിയാണ്. ഇത് ഏകദേശം 30,000 വർഷം മുമ്പുള്ള ശക്തമായ ഭൂകമ്പത്തിൽ ഉണ്ടായിരിക്കുന്ന ഗുഹയാണ്. പാറകൾ പൊട്ടി അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഗുഹ. മുകളിൽ നിന്നുള്ള കല്ലുകളെല്ലാം അടിഞ്ഞുകൂടി 2 കല്ലുകളിലാണ് തങ്ങിയിരിക്കുന്നത്. ഇടയ്ക്ക് തങ്ങിയിരിക്കുന്ന കല്ലിനാണ് എടക്കൽ ഗുഹ എന്നറിയപ്പെടുന്നത്. 2 ഗുഹയിൽ നിന്ന് താഴത്തെ ഗുഹയിലൂടെയാണ് നിങ്ങൾ കയറി വന്നിരിക്കുന്നത്. പാറ കൊണ്ട് മൂടി ഒരു ഗുഹയായിട്ട് വന്നില്ല, അത് ഇതിൻ്റെ അടിയിലാണ്. പാറകൾ ജാമായിട്ട് ഗുഹ ആയിരിക്കുന്നതാണ്. ഇത് മുകളിൽ തങ്ങിയിരിക്കുന്ന കല്ലിൻ്റെ ഇടക്കൽ എന്ന് പറയപ്പെടുന്നത്. ഇത് സമുദ്ര ലെവലിൽ നിന്ന് 4000 ഫീറ്റ് ആയിട്ടാണ്. സാറേ ഉള്ളിക്കയറില്ല കേട്ടോ. ഇത് സമുദ്ര ലെവലിൽ 4000 ഫീറ്റ് ഹൈറ്റിലാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്ത് 1894 മലബാർ ബ്രിട്ടീഷ് കുറച്ചിട്ട് നായാട്ടിലുള്ള 1901 ഇന്ത്യൻ ആന്റിക്വറി എന്ന പത്രികയിലാണ് പബ്ലിസിറ്റി ചെയ്തു. അപ്പോഴാണ് ഗുഹയെ കുറിച്ച് ജനങ്ങൾ അറിയുന്നത് കാണുന്നത്. ഈ കാലപ്പഴക്കം മനസ്സിലാക്കുന്ന കാർബൺ ഡേറ്റിങ്ങിലും നോക്കി ഇപ്പോൾ 6000 വർഷം പഴക്കമുള്ള ചിത്രമുണ്ട്, 3000 വർഷം പഴക്കമുള്ള ഗുഹാ ചിത്രങ്ങളുണ്ട്, 2300 വർഷ കാലഘട്ടത്തിൽ ചിത്രങ്ങൾ, സ്ക്രിപ്റ്റുകളുണ്ട് തമിഴ് ബ്രാഹ്മി. ഇത് പീരീഡ് ഓഫ് BC 4000 to 1000. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6000 വർഷം തൊട്ട് ആദിവാസികൾ ഈ ഗുഹകളിൽ മാറി മാറി താമസിക്കുന്നുണ്ട്. അവരന്ന് വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഓൺലൈൻ. അടുത്ത ജനറേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരച്ച മെയിൻ ചിത്രമാണത്. അവിടെ ഒരു ഗോത്രതലവൻ കിരീടമണിഞ്ഞ് നിൽക്കുന്ന പടമാണ്. ഇതാണ് ഗോത്രതലവൻ കിരീടമാണ്, കൈ കൊണ്ടുവരുന്ന പടമാണ്. ഇതാണ് ഫേസ് കിരീടം, കൈ കണ്ടില്ലേ? ഇത് ഫ്രണ്ട് സൈഡ് ഫോട്ടോ, ഇത് ബാക്ക് സൈഡ് ഫോട്ടോ. അതുപോലെ ഒരു ലേഡി കിരീടാണ് നിൽക്കുന്നതാണ്. ഒരു ചൈൽഡ് കുട്ടി നിൽക്കുന്ന കണ്ടില്ലേ? അതിൻ്റെ മുകളിൽ പുറകോട്ട് നോക്കി ഒരു വൈൽഡ് ഡോഗ് ടൈപ്പ് അനിമൽസ് നിൽക്കുന്നതാണ്. ഇതൊരു ഫേസ് ഓവറാണ്. ഇതിന് ഫോക്കസ് നോക്കിയാണ് എലിഫന്റ്. അവിടെ ഒരു ചക്രം കണ്ടില്ല, അതിൻ്റെ മുകളിൽ പീക്ക് മയിലിരിക്കുന്നുണ്ട്. ഒരു ചക്രം ഏകദേശം 6000 വർഷം കാലഘട്ടം എന്ന് പറയപ്പെടുന്നു. ഇവിടെയാണ് ട്രയാങ്കിൾ ലേഡി 2300 വർഷ കാലഘട്ടം. ചെസ്റ്റ് ഓർക്കുമ്പോൾ ത്രികോണം വരച്ചിട്ട് ലേഡീൻ്റെ പടം കണ്ടില്ലേ? അവിടേക്ക് വരും. അവിടേക്ക് ഏകദേശം 3000 വർഷം പഴക്കമുള്ള ചിത്രങ്ങളൊക്കെയാണ്. അമ്പുമില്ല ചെയ്തുകൊണ്ട് ഒരു പുരുഷനും ഡാൻസ് കളിച്ചുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. ഇത് ക്യാമറയുടെ കീഴിൽ നിൽക്കുന്നു. ഇതാണ് അമ്പുമില്ല ചെയ്തുകൊണ്ട് ഒരു പുരുഷൻ നിൽക്കുന്നില്ല. ഇടതുകാലം പുറകോട്ടും വലതുകാലം മുന്നിട്ട് വെച്ച് കൈ വെച്ച് ഒരു സ്ത്രീ നിൽക്കുന്നു. വൺ കപ്പിളീസ് ആൻഡ് ലേഡി ഡാൻസ് ഡാൻസ് ഹണ്ടിങ്. ഒരു ഉന്തുകൊണ്ട് കണ്ടിട്ടുണ്ട് സ്ത്രീ നിൽക്കുന്നുണ്ട്. വേണ്ട, ഒരു ആരാധക്കാരുടെ വെപ്പൺസാണ് 3000 വർഷം പഴക്കമുള്ള. ഇവിടേക്ക് വരും. ബോഡി, നീണ്ട കഴുത്ത്, മൂത്ത തല, നീണ്ട വാല്, തലക്കേട്ടത്. ജസ്റ്റ് ലൈക്ക് ഡൈനോസർ മോഡൽ ഒരു മകിയിരിക്കുന്നുണ്ട്. ഇവിടെ കുറേ ട്രീസ് ഓഫ് മവേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു മാനുണ്ട്, ഒരു ആനയുടെ തല. ഇങ്ങനെ കുറേ ചിത്രങ്ങളാണ്.
Lancer temple 2300 years old. Now following South Indian temple. കരുകാ തെയ്യം കാവടി എന്നൊക്കെ പറയുന്നത് ഇതൊരാൾ നിൽക്കുന്നു അതിൻ്റെ മുകളിൽ തലയിൽ ഇത് വെച്ചിട്ട് ആടുന്നതാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതാണ് ഇത്രയും അവർ ചിത്രങ്ങളിൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അന്ന് ലാംഗ്വേജ് ഇല്ല ലാംഗ്വേജ് സ്റ്റാർട്ടായി 2300 വർഷ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് തമിഴ് ബ്രാഹ്മി മിക്സിംഗ് ലാംഗ്വേജാണ് അതിൻ്റെ താഴെ കാണുന്ന പുരാണ സംസ്കൃത ലാംഗ്വേജാണ് ഇത് പലാപ്പുലി കാക്കക്കാരി ഓടുങ്കോമലൈ പാലഗജ കച്ചനേത്തി എന്നിരിക്കുന്നത് അനേകം പുലികളെക്കുന്ന ഒരു ഗോത്രതലവൻ ഈ ഗുഹയിൽ താമസിച്ചിരുന്നത് രണ്ടാമത്തെ ലൈൻ കൊടുത്തിരിക്കുന്നത് പുരാണ സംസ്കൃത ഭാഷയിലാണ് ശ്രീ വിഷ്ണുവർമ്മനാഹ കുടുംബീയ കുലവർദ്ധനാസിലിത കുടുംബീയ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്ന ആ കാലഘട്ടത്തിൽ താമസിച്ചതിനും അദ്ദേഹത്തിൻ്റെ കുലത്തിൻ്റെ യശസ്സിന് വേണ്ടി എഴുതപ്പെടുന്നതാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് എടയ്ക്കൽ ഗുഹയിലെ ചരിത്രം നിങ്ങൾ അവിടെ വന്നാൽ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തേ അങ്ങോട്ടല്ലോ ബിജോ